എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. സ്വദേശ് മെഗാ ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിൻ്റെ പുതിയ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത്? ഉത്തരം എൻ ശേഷാദ്രിനാഥൻ. റഷ്യയുടെ സോയൂസ് MS-29 ദൗത്യത്തിലൂടെ ബഹിരാകാശത്ത് പോകുന്ന ആദ്യ മലയാളി വംശജനായ നാസ ബഹിരാകാശ സഞ്ചാരി? ഉത്തരം ഡോക്ടർ അനിൽ മേനോൻ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ? ഉത്തരം ഡോക്ടർ വി നാരായണൻ. 2026 ഫുട്ബോൾ ലോകകപ്പിൽ കളിക്കാൻ യോഗ്യത നേടിയ ഏറ്റവും ചെറിയ ജനസംഖ്യയുള്ള രാജ്യം? ഉത്തരം കുറസാവോ. 2027 നടക്കാൻ പോകുന്ന ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരാണ്? ഉത്തരം സുദർശൻ പട്നായിക്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള എത്രാമത്തെ സെൻസസ് ആണ് 2027 നടക്കുന്നത്? ഉത്തരം 8ാമത്തെ. ഈശ്വര വഴക്കില്ലല്ലോ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ഉത്തരം സലീം കുമാർ. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം KG ശങ്കരപ്പിള്ള. 2025 ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആര്? ഉത്തരം EP രാജഗോപാൽ. 2026 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം? ഉത്തരം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഈ ചിത്രം സംവിധാനം ചെയ്തത് പോൾ തോമസ് ആൻഡേഴ്സൺ. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? ഉത്തരം ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി. 2026 പരിസ്ഥിതി ദിനത്തിൻ്റെ ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഉത്തരം അസർബൈജാൻ. കേരളത്തിലെ ലഹരി മാഫിയയെയും മയക്കുമരുന്ന് വ്യാപനത്തെയും അടിച്ചമർത്തുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പുതിയ കർമ്മ പദ്ധതി? ഉത്തരം ഓപ്പറേഷൻ തൂഫാൻ. രാജ്യാന്തര വനിതാ 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിയ ക്യാപ്റ്റൻ എന്ന പദവി സ്വന്തമാക്കിയത്? ഉത്തരം ഹർമൻപ്രീത് കൗർ. ഗാന്ധിജി ജനിച്ച പോർബന്ദർ ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം ഗുജറാത്ത്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചതാര്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഗാന്ധിജി ഏത് രാജ്യത്താണ് തൻ്റെ നിയമപഠനം പൂർത്തിയാക്കിയത്? ഉത്തരം ഇംഗ്ലണ്ട്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. നെഹ്റുവിൻ്റെ സമാധി സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം
ശാന്തിവനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ആദ്യ ഇന്ത്യൻ വനിത. ഉത്തരം സരോജിനി നായിഡു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം ഏതാണ്? ഉത്തരം ചെനാബ്. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതാര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഓടി വിളയാട് പാപ്പ എന്ന പ്രശസ്തമായ തമിഴ് ഗാനം രചിച്ചതാര്? ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി. ഗാന്ധിജിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ടിൽ ആലേഖനം ചെയ്ത വാക്ക് ഏത്? ഉത്തരം ഹേ റാം. ജവഹർലാൽ നെഹ്റുവും പിതാവ് മോത്തിലാൽ നെഹ്റുവും ചേർന്ന് ആരംഭിച്ച പത്രമേത്? ഉത്തരം ദി ഇൻഡിപെൻഡന്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം ആമുഖം. ദേശ് നായിക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഉത്തരം USA. ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ ആദ്യമായി പ്രസിദ്ധീകരിച്ച ട്രസ്റ്റിൻ്റെ പേരെന്ത്? ഉത്തരം നവജീവൻ ട്രസ്റ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ മലയാളി? ഉത്തരം സി ശങ്കരൻ നായർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കശാപ്പ് എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം CF ആൻഡ്രൂസ്.